ആരാണ് നമ്മുടെ ഗുരു? ആദ്യത്തെ ഗുരു അമ്മ. അമ്മ പറയുന്നത് കേൾക്കാൻ, അനുസരിക്കാനല്ല. അനുസരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. ആദ്യം അത് കേൾക്കാൻ നമുക്കൊരു മനസ്സ് വേണം. അമ്മ ആരാണെന്ന് നമുക്ക് അറിയണം ആദ്യം. ഈ അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് സ്വാമിക്ക് അറിയില്ല. നമ്മൾ ഒരിക്കലും ഈ US പോയപ്പം അവിടെ നിന്ന് ഒരാൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെ അപ്പം നാട്ടിലാണ് അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ചോദിച്ചു അമ്മ എവിടെയാ? അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തോ ഒരു സംഭവം, ഇങ്ങനെ സംഭാഷണം അങ്ങോട്ട് ബ്രേക്കായി പെട്ടെന്ന് അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ. പിന്നെ അത് ബോധപൂർവം അല്ലാതെ ആ സമയത്ത് അവിടെ എന്തോ ഉണ്ടായിട്ടുള്ളൊരിതാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ചോദിച്ചു അമ്മയെ കാണാൻ പോവാറില്ലേ എന്ന്. അമ്മയെ ഞാൻ കാണാൻ പോയിട്ടില്ല, പോണമെന്നുണ്ട്. പക്ഷെ അതെന്താ അത് പിന്നെ പോയാൽ കാണാൻ പറ്റുമെന്നാണ്. അപ്പം നമുക്ക് തോന്നിയോ ഇത് വേറെ അമ്മയുടെ കാര്യമാണ് പറയും. അതെ, നമ്മൾ ചോദിച്ചത് സ്വന്തം അമ്മയുടെ കാര്യമാണ്. സ്വാമി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അമ്മയെ കാണാൻ പോവാറുണ്ടോ എന്ന് അമ്മയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ അമ്മ എന്ന സങ്കല്പത്തിൽ നമുക്ക് ചെറിയൊരു ഡൈവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അദ്ദേഹത്തിനോട് കുറച്ചൊന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ ഇവിടെ ഉണ്ട് അമ്മ, സ്വന്തം അമ്മ. നമ്മൾ പറഞ്ഞു ആ അമ്മയുടെ കാര്യമാണ് ചോദിച്ചത്. അത് ഞാൻ ദിവസവും ഫോണൊക്കെ ചെയ്ത് അന്വേഷിക്കും ഇങ്ങനെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വാമി, ഇവിടെ ഓരോരോ സംഗതികളും അതോ ഇതോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇന്ന് പുതിയ സമൂഹത്തിൽ മാതൃബന്ധം അത് വല്ലാതെ ഒലഞ്ഞിരിക്കുന്ന ഒരു കാലമായത് ഇപ്പം, വല്ലാതെ. അപ്പം എന്താ അത് നമ്മൾ മനസ്സിലാക്കാത്തത്? നമുക്ക് വളരെ നന്നായി അറിയുന്ന ചിലരുണ്ട്. സ്വന്തം അമ്മയെ തള്ള എന്നാണ് വിളിക്കുന്നത്. ഈ തള്ളയെ കൊണ്ടൊരു ശല്യമാണെന്നാ. ആശ്രമത്തിൽ മാതാജി എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുക മൂപ്പര്. അതെ, അങ്ങനൊരു പുതിയൊരു ട്രെൻഡ് ഉണ്ട് ഇപ്പം. മാതൃപഞ്ചകം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് നമുക്ക്. അതിൽ അമ്മ ആരാണെന്ന് പറയുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ഒരു വൃത്തം വരച്ചിരുന്നല്ലോ. ഇതിൽ ആദ്യത്തെ വൃത്തം എന്ന് പറയുന്ന പ്രകൃതി. ആ പ്രകൃതിയെ അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന, നമ്മളൊരു ഫ്രഷ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ 5 പ്രോഗ്രാമിംഗ് ആണ്: ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധം. ഈ പ്രോഗ്രാമിംഗ് ആക്ടിവേറ്റ് ചെയ്താൽ അത് ആ സിസ്റ്റത്തിലേക്ക്, ആ സോഫ്റ്റ്വെയർ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത് അമ്മയാണ്. നമ്മൾ ആദ്യമായിട്ട് കേട്ടത് അമ്മയുടെ ശബ്ദമാണ്. നമ്മളെ കർണം, കാത് തിരിച്ചറിഞ്ഞത്. നമ്മുടെ കണ്ണ് തിരിച്ചറിഞ്ഞ, നേത്രം തിരിച്ചറിഞ്ഞ രൂപവും ആദ്യം അമ്മയുടെയാണ്. ഈ കോർഡിനേഷൻ ശരിയാവുന്നുണ്ട് എന്നുള്ളത് പഠിക്കാൻ ഏത് രൂപം കാണാതെ ആവുമ്പോഴാണോ കുട്ടി കരയുന്നത് അപ്പം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അമ്മയെ കാണാതെ ആവുമ്പോൾ കുട്ടി അസ്വസ്ഥമാവാൻ തുടങ്ങും. അതിൻ്റെ ഇത് വളർച്ചയുടെ ഭാഗമാണത്. ആ സമയത്ത് അമ്മ അടുക്കളയിൽ നിന്നിട്ട് കുട്ടാ ദാ വരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും അടങ്ങും. വേറെ ആര് കുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ അമ്മയുടെ ശബ്ദം അത് കേൾക്കാൻ തുടങ്ങി. അമ്മയെ തന്നെയാണ് അത് ആദ്യം അന്നമായിട്ട് സ്വീകരിച്ചത്. മുലപ്പാലിലൂടെ അമ്മയെ തന്നെയാണ് ഭക്ഷണമാക്കി സ്വീകരിച്ചത്. അമ്മയുടെ ഗന്ധം, അമ്മയുടെ സ്പർശം, തലോടൽ, തൊടൽ, ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധം എന്ന് പറയുന്ന പ്രപഞ്ച അനുഭവം എന്നത് തന്നെ അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ ധിക്കരിക്കുക, അമ്മയെ കരയിപ്പിക്കുക, അമ്മയെ വേദനിപ്പിക്കുക, ഇങ്ങനെയൊരു പരിപാടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നുണ്ട്.
അയ്യോ സ്വാമി, സ്വാമിക്ക് അറിയില്ല എൻ്റെ അമ്മയുടെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം കേട്ട് കഴിഞ്ഞാൽ സ്വാമി കൈവയ്ക്കും എന്നാണ് ചിലർ നമ്മളോട് പറയുന്നത്. അത് നിങ്ങൾ വേറെ എന്തൊക്കെയോ ഇത് വെച്ച് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെന്നല്ലേ സ്വാമി പറയുന്നത്, ഒരു സമൂഹം പറയുന്നുണ്ട്. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബലത്തിലും ഡെബിറ്റ് കാർഡിൻ്റെ ബലത്തിലുമാണ് അമ്മയോട് ഓരോന്ന് പറയുന്നത്. അല്ലെ അമ്മ ഭാഗം വെക്കുന്ന സമയത്ത് അരസൻ്റെ ജ്യേഷ്ഠന് കൊടുത്തു, അല്ലെങ്കിൽ അനിയത്തിക്ക് കൊടുത്തു, അല്ലെങ്കിൽ അമ്മയുടെ വേറെ ആർക്കോ കൊടുത്തു, എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ അമ്മ എൻ്റെ ഭാര്യയോട് അങ്ങനെ കാണിച്ചില്ലേ ഇങ്ങനെ കാണിച്ചില്ലേ, അവൾ പ്രസവിച്ച് അവിടെ അനാഥ പ്രേതം പോലെ പേവാർഡില്ല ജനറൽ വാർഡിൽ കിടന്നപ്പോൾ ഒരു കഞ്ഞി പോലും ഞാൻ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ അവൾക്ക് കഞ്ഞി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അന്ന് എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, കഞ്ഞി ആശുപത്രിയുടെ മുന്നിൽ കിട്ടും, വേണമെങ്കിൽ മേടിച്ചോളാം, എന്നെ കൊണ്ടുപോയി ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ. ആ തള്ളയാണ്. ആ തള്ളയെ ഞാൻ എങ്ങനെ മാതൃദേവോഭവ എന്ന് പറയും സ്വാമി? ഇതാണ് നമ്മളോട് ഒരാൾ ചോദിക്കുന്നത്. എടോ, നിൻ്റെ കഞ്ഞി കണക്കല്ല നമുക്ക് കേൾക്കേണ്ടത്. നിന്നെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഒരാളുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവരെ ഈ വിശ്വമാതൃത്വത്തെ നിഷേധിക്കാൻ ഈ കഞ്ഞിക്കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കഞ്ഞിക്കണക്ക് പറയുമ്പോൾ നമ്മൾ കഞ്ഞികളാവുകയുള്ളൂ. ആ അമ്മയുടെ വാക്കുകളെ, അതാണ് ആദ്യത്തെ ഗുരു. അമ്മ എന്ത് പറഞ്ഞോ അത് ഗുണയാവുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അമ്മയ്ക്ക് അബദ്ധമൊന്നും പറയാൻ പറ്റില്ല. അമ്മ അത്രയും പവർഫുള്ളാണ്. മഹാഭാരതത്തിൽ അങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 5 പേരെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള പദ്ധതി ശകുനിമാമൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉപ്പുമാവിൽ വിഷം കൊടുത്തിട്ട് ഭീമന് കൊടുത്തത്. ഉപ്പുമാവ് വിഷം ചേർക്കാതെ തന്നെ കഴിച്ചാൽ മയങ്ങിപ്പോവും, പിന്നെ ഇത് വിഷവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇയാളിത് കുറേ കഴിച്ചിട്ട് അങ്ങനെയാണ് കയത്തിൽ കെട്ടി താഴ്ത്തിയത്. പിന്നെ അടിയിൽ പോയി പാമ്പ് കടിച്ചപ്പോൾ ആൻറ്റി പോയ്സൺ ആയപ്പോൾ മൂപ്പര് രക്ഷപ്പെട്ടു. ഇങ്ങോട്ടേക്ക് 1000 ശക്തിയുള്ള ആനയുടെ ശക്തിയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നൊരു കഥയുണ്ട്. അതിനുശേഷം ഇവർ ഈ ഭിക്ഷ എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ പങ്കുവെക്കുന്നത് കുന്തിയാണ്. അപ്പോൾ ഒരു ദിവസം പങ്കുവെക്കുന്നതിന് മുമ്പ് ഭീമന് കഴിക്കണം എന്നൊരു തോന്നൽ തോന്നിയപ്പോൾ യുധിഷ്ഠിരൻ ഈ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ പകുത്ത് തരട്ടെ എന്ന് പറയും. അമ്മ തരട്ടെ എന്ന്. എന്തിനാണെന്നാണെങ്കിൽ അമ്മ നൽകിയാൽ, അമ്മയുടെ കൈകളെ കൊണ്ട് തന്നാൽ വിഷം പോലും വിഷം ഉണ്ടെങ്കിൽ തന്നെ ആ വിഷം ഇല്ലാണ്ടാവുന്ന. അമ്മയുടെ കൈകൾക്കൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് സാന്ദീപനി സാധനാലയത്തിൽ നിന്ന്, സാന്ദീപനി മഹർഷിയുടെ ശിക്ഷണത്തിൽ നിന്ന് വേദാധ്യയനം കഴിഞ്ഞിറങ്ങുന്ന കൃഷ്ണൻ സാന്ദീപനി ചോദിച്ചു, എന്താ നിനക്ക് അനുഗ്രഹം വേണ്ടത്, വരം വേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മാതൃഹസ്തേന ഭോജനം, അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക, അതാണ് എനിക്ക് വരമായിട്ട് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ പൈതൃകം. ഇത് അമ്മ വിളമ്പാൻ പോകുമ്പം ഞാൻ എടുത്തോളാം, നിങ്ങൾ പോയി കിടന്നോ, നിങ്ങൾ ആരപ്പം ഇങ്ങോട്ട് വിളിച്ചത്? എന്താ എങ്ങനെയാ നേരെയാവുക? എന്നിട്ട് ജ്യോത്സ്യരെടുത്തിട്ട് പോയി നോക്കുക, എൻ്റെ ഈ തടസ്സങ്ങളൊക്കെ ഒന്നും എന്താ നേരെയാവാ? എടോ, ഈ തടസ്സം മുഴുവൻ നീ സൃഷ്ടിക്കുന്നത്. ആ അമ്മയുടെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് നിൻ്റെ എല്ലാ കഷ്ടകാലവും തീരും. പക്ഷെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ. അതുകൊണ്ട് ആചാര്യോപാസനം എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മയിൽ തുടങ്ങണം. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ അമ്മയായിട്ടൊരു ഒട്ടക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർത്തേക്കണം. അത് പോയിട്ട് ആ കാലിൽ അങ്ങോട്ട് പിടിക്കുക. അമ്മ പേടിച്ചു, ഇതെന്താ ഇത് പുതിയ തന്ത്രം, ഈവൻ കാട്ടുകള്ളവൻ്റെ അച്ഛനെ പോലെ തന്നെ, എന്താ കേൾക്കട്ടെ. അതെ, അല്ല അമ്മേ, സ്വാമി ഇന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീണേക്കും. എന്തെങ്കിലുമൊക്കെ ഞാൻ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പൊറുക്കണം. ഇനി മേലിലൊന്നും. പിന്നെ നിങ്ങൾ കണക്ക് പറയരുത്. ഇതാണ് ചിലർ അങ്ങനെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പഴയ കണക്ക് പറഞ്ഞു വീണ്ടും. എന്നാലും അമ്മേ നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തു. ഒന്നും പറയരുത്. അമ്മ എനിക്ക് ജന്മം നൽകിയതാണ്. ഈ ഭൂമിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് എന്നും അമ്മയുടെ കടപ്പാടുണ്ട്. അമ്മയുടെ ചില അഭിപ്രായങ്ങൾ, അമ്മയുടെ ചില പ്രവൃത്തികൾ, എൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ തമ്മിൽ എന്താ പറയുക, ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യാനാണ്? ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഒരിക്കലും നിഷേധിക്കാനോ നിരാകരിക്കാനോ ഒന്നും പറ്റില്ല. ആ അമ്മ, ആ ശക്തി, അതിൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം.
ഇത് മരിച്ചു കഴിഞ്ഞിട്ടാണ് അടിയന്തരം കേമായിട്ട്. അതിന് മുമ്പുള്ള അടി ഒരു പ്രശ്നമില്ല, നന്നായി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആചാര്യോപാസന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയിട്ട് ഒരു സ്വാമിയാരെ സേവിക്കുക എന്നതല്ല. മാതൃദേവോ ഭവ, അത് സ്വന്തം ജന്മം നൽകിയ അമ്മയോട്. പിന്നെ അച്ഛന് പ്രാധാന്യമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അച്ഛൻ. അപ്പം അമ്മ പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നതിനപ്പുറത്ത് കേൾക്കുക എന്നുള്ളതാണ്. കേട്ടിട്ട് അത് ആലോചിക്കണം, എന്തിനു വേണ്ടിയാണ് അമ്മ പറഞ്ഞത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും.